സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ട്. തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും പലവിധങ്ങളായ ക്ഷേത്രങ്ങളിലേക്കും അമ്പലങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും പള്ളികളിലേക്കും ഒക്കെ നമ്മൾ പോകാറുണ്ട്. ഒത്തിരി പൈസ ചെലവഴിച്ച് പോകാറുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത, യേശു ക്രിസ്തു മനുഷ്യനെ തേടി സ്വർഗം വിട്ട് നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നവനാണ്. ദൈവം ദൂരസ്ഥനാണെന്ന് പലരും ചിന്തിക്കുമ്പോ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു സമീപസ്ഥനായ ദൈവമത്രേ. ഇരിക്കുന്ന ഇരിപ്പിൽ ഭവനത്തിനകത്ത് എവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന നിങ്ങളെ വിടുവിക്കുന്നവനാണ് യേശു ക്രിസ്തു. രണ്ട്, യേശു ക്രിസ്തു വന്നത് ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരെയോ രക്ഷിക്കാനോ അല്ലെങ്കിൽ അവരെ വിടുവിക്കാനോ വേണ്ടി വന്നതല്ല. മറിച്ച് യേശു ഭൂമിയിലേക്ക് വന്നത് സകല മാനവജാതിക്കും വേണ്ടിയാ, സകല മനുഷ്യനും വേണ്ടി. അത് തൊലിയുടെ നിറം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ സകല വിഭാഗത്തിലും പെട്ട സകല മനുഷ്യനെയും തേടിയ യേശു വന്നത്. യേശു ലോക രക്ഷിതാവാണ്. ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടിയല്ല. അതുകൊണ്ടാണ് ഈ സന്ദേശം ഞങ്ങൾ തെരിക്കോണിൽ വിളിച്ചു പറയുന്നത്. കാരണം ഇതാണ്, ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് ക്രിസ്ത്യാനിയാകട്ടെ, മുസൽമാനാകട്ടെ, ഹിന്ദു ആകട്ടെ, സകലരും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് താങ്കൾ ഒരു പുതിയ സൃഷ്ടിയായി മാറണം. മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ മനുഷ്യൻ ചെയ്യുന്ന കർമ്മ അനുഷ്ഠാനങ്ങൾക്കും മനുഷ്യൻ ചെയ്യുന്ന മതപരമായ മറ്റ് പ്രവർത്തനങ്ങൾക്കും കർമ്മങ്ങൾക്കും ഒന്നും കഴിയില്ല. അവൻ ചെയ്യുന്ന ഭക്തിമാർഗത്തിനോ കർമ്മമാർഗത്തിനോ ജ്ഞാനമാർഗത്തിനോ കഴിയില്ല. മറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരേ ഒരു മാർഗം അത് വിശ്വാസ മാർഗമാണ്. നമ്മുടെ പാപത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന മനുഷ്യന്റെ മുഴുവൻ പാപത്തിന്റെയും പരിഹാരം ചെയ്ത ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ സൗജന്യമായി രക്ഷിക്കപ്പെടുന്ന മാർഗമാണ് യേശുവിന്റെ മാർഗം. ഇത് തികച്ചും സൗജന്യമാണ്. ഇതിന് പണം കൊടുക്കണ്ട, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഒരു വിലയും മുടക്കണ്ട. കാരണം നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവൻ യേശു ഏറ്റെടുത്ത് പാപത്തിന് യേശു പരിഹാരം ചെയ്തു.